അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നസിലു ബിൽ മുനാസിബി ദാലിക തിൽക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നിൻ്റെയും നേരെ തിൽക്കയാണോ അല്ലെങ്കിൽ ദാലിക്കയാണോ കൊടുക്കേണ്ടത്, അത് തിരഞ്ഞെടുത്ത് യഥാസ്ഥാനത്ത് നൽകാനാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തിനും തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ വായിച്ചു നോക്കാം. ഹവ്വാമത്തുൻ എന്ന് വന്നതുകൊണ്ട്, ആ തുൻ അവസാനത്തെ താ വന്നതുകൊണ്ട് അത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ വേണ്ടത് തിൽക്ക എന്നായിരിക്കും. ഹവ്വാമത്തിൻ്റെ അർത്ഥം ഹെലികോപ്റ്റർ എന്നാണ്. അപ്പോൾ അവിടെ ആ ബ്രാക്കറ്റിൽ നിന്നും തിൽക്ക എന്ന് എടുത്തെഴുതുക. തിൽക്ക ഹവ്വാമത്തുൻ, അതിൻ്റെ അർത്ഥം അത് ഹെലികോപ്റ്ററാണ്. ഇനി രണ്ടാമത്തത് ഖാറൂറത്തുൻ. ഖാറൂറത്തുൻ എന്നതിൻ്റെ അർത്ഥം കുപ്പി എന്നാണ്. അതിൻ്റെയും അവസാനം താ വന്നതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? തിൽക്ക എന്ന് കൊടുക്കുക. അപ്പോൾ തിൽക്ക ഖാറൂറത്തുൻ, അത് കുപ്പിയാകുന്നു. ഇനി മൂന്നാമത്തത് അനാനാസുൻ. അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക എന്നാണ്. അത് പുല്ലിംഗമാണ്, അവസാനം താ ഒന്നുമില്ല. അതുകൊണ്ട് അതെന്താണ്? അനാനാസുൻ എന്നാണ് അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ വേണ്ടത് ദാലിക്ക എന്നാണ്. അപ്പോൾ ദാലിക്ക അനാനാസുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് നാറജീലുൻ. നാറജീലുൻ എന്ന് പറഞ്ഞാൽ നാളികേരം, തേങ്ങ അല്ലേ. അപ്പം അവിടെ വേണ്ടത് ദാലിക്ക എന്നാണ്. അത് നാറജീലാകുന്നു, അത് തേങ്ങയാകുന്നു. അപ്പോൾ അവിടെ ദാലിക്ക എന്നാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് തിൽക്ക ഫുർഷത്തുൻ. അപ്പോൾ അവിടെ ഫുർഷത്തുൻ എന്നാണുള്ളത്, അവസാനം താ ഉണ്ട്. അത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അവിടെ തിൽക്ക എന്നാണ് എഴുതേണ്ടത്. അത് എന്താണ്? ബ്രഷ് ആകുന്നു. ഫുർഷത്തുൻ എന്ന് പറഞ്ഞാൽ ബ്രഷ് എന്നാണ് അർത്ഥം. അപ്പോൾ തിൽക്ക ഫുർഷത്തുൻ, അത് ബ്രഷ് ആകുന്നു എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗം നുൻഷിഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. അപ്പം ഉദാഹരണത്തിനുള്ളതുപോലെ എന്ത് ചെയ്യണം? ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ താഴെ നമ്മൾ മേലെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതും ഉണ്ടാകും, പുരുഷന് ഉപയോഗിക്കുന്നതും ഉണ്ടാകും. അപ്പോൾ ഓരോന്നിൻ്റെയും ചോദ്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് മാ ഹാദിഹി എന്നാണ് കൊടുത്തത്. അപ്പോൾ ഹാദിഹി എന്ന് ഉപയോഗിക്കുക എന്തിനാണ്? സ്ത്രീലിംഗത്തിനാണ് അല്ലേ. അപ്പോൾ സ്ത്രീകൾക്കാണ് ഹാദിഹി എന്ന് ഉപയോഗിക്കുക. അപ്പം ഹാദിഹി സയ്യാറത്തുൻ, ഇതെന്താണ്? ഇത് കാറാകുന്നു. മാ ഹാദിഹി, ഇതെന്താകുന്നു? ഹാദിഹി സയ്യാറത്തുൻ, ഇതെന്താണ്? കാറാകുന്നു. ഇനി അടുത്തത് അടുത്ത ആൻസർ എന്താണ്? ഹാദാ കലമുൻ, ഇത് പേനയാകുന്നു. അപ്പൊ കലമുൻ എന്നാണ് കൊടുത്തത്. അപ്പൊ അത് പുരുഷൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ, പുല്ലിംഗമാണ്. അപ്പൊ അവിടെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദ എന്ന് വരും. മാ ഹാദ, ഇത് എന്താകുന്നു. അപ്പൊ നമ്മൾ ഓരോ ആൻസറിന്റെയും ആദ്യം കൊടുത്ത വാക്കിന്റെ മുന്നേ മാ എന്നുള്ള ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസറായി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം രണ്ടാമത്തത് ഹാദ കലമുൻ എന്നാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ത് വരും? മാ ഹാദ എന്ന് വരും. മൂന്നാമത്തെ ചോദ്യം ഹാദ ലൗഹുൻ, ഇത് സ്ലേറ്റ് ആണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെ വരും? മാ ഹാദ, ഇത് എന്താകുന്നു. അപ്പൊ ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ ചോദ്യം ഹാദിഹി ദറാജത്തുൻ, ഇത് സൈക്കിളാണ്. ഹാദിഹി ദറാജത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് സൈക്കിളാണ്. അപ്പൊ അവിടെ തുൻ എന്ന് വന്നു. അപ്പൊ അവിടെ അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് വന്നത്. അപ്പം ചോദ്യം എങ്ങനെ ഉണ്ടാക്കും? അതെങ്ങനെയാണ് വരിക? മാ ഹാദിഹി എന്ന് വരും. അപ്പം ഒന്നാമത്തത് മാഹാദ, രണ്ടാമത്തത് മാഹാദ, മൂന്നാമത്തത് മാഹാദിഹി. ഇനി നാലാമത്തെ ഒരു ചോദ്യം കൂടെയുണ്ട്. തിൽക്ക ദാറുൻ, തിൽക്ക ദാറുൻ, അത് വീടാകുന്നു. തിൽക്ക ദാറുൻ, അത് വീടാകുന്നു. അപ്പൊ അവിടെ വേണ്ടത് എന്താണ്? മാ തിൽക്ക എന്നാണ് വേണ്ടത്.
മാ തിൽക്ക അത് എന്താകുന്നു, തിൽക്ക ദാറുൻ അത് വീടാകുന്നു. ഇനി മൂന്നാമത്തെ ഭാഗം നുഅരിബുൻ അറബിയിലാക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കുട എന്നാണ്. അപ്പോൾ കുടയ്ക്ക് അറബിയിൽ പറയുന്നതാണ് എന്ത്, ഷംസിയത്തുൻ. അപ്പോൾ അവിടെ ഷംസിയത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തേത് നിസ്കാരപ്പായ. നമ്മളിപ്പോൾ മുസല്ല എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഈ നിസ്കാരപ്പായക്ക് അറബിയിൽ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും, സജ്ജാദത്തുൻ. എന്താണ്, സജ്ജാദത്തുൻ എന്നാണ് നിസ്കാരപ്പായക്ക് പറയുക. അപ്പോൾ അവിടെ സജ്ജാദത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് പമ്പരം എന്നാണ്. അപ്പോൾ പമ്പരം ദുവാമത്തുൻ. ദുവാമത്തുൻ എന്ന് പറഞ്ഞാലാണ് പമ്പരത്തിൻ്റെ അറബി. അപ്പോൾ അവിടെ ദുവാമത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് വാക്കർ. വാക്കർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വയസ്സായിട്ടുള്ള ആളുകൾ നടക്കാൻ വേണ്ടി സഹായം തേടുന്ന ഒരു ഉപകരണമാണ് എന്ത്, വാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കർ എന്നതിന് അറബിയിൽ എന്താണ് പറയുക, മഷായത്തുൻ എന്നാണ്. അപ്പോൾ അവിടെ മഷായത്തുൻ എന്ന് എഴുതി ചേർക്കുക. അപ്പോൾ ഒന്നാമത്തത് കുടക്ക് ഷംസിയത്തുൻ എന്നും നിസ്കാരപ്പായക്ക് സജ്ജാദത്തുൻ എന്നും പമ്പരത്തിന് ദുവാമത്തുൻ എന്നും വാക്കറിന് മഷായത്തുൻ എന്നുമാണ് അറബിയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ ശരിയായ രീതിയിൽ എഴുതി ചേർക്കുക. ഇനി ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഭാഗം നുതർജിമു. അപ്പോൾ ഇവിടെ അറബി തരും. ആ അറബിക്ക് ഓരോ തന്ന അറബിക്കും ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അറബി മലയാളത്തിൽ അർത്ഥം എഴുതണം. മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അറബി മലയാളത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഒന്നാമത്തത് തിൽക്ക മിർഅത്തുൻ. തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. മിർഅത്തുൻ എന്ന് പറഞ്ഞാൽ കണ്ണാടിയാകുന്നു. അപ്പോൾ അത് കണ്ണാടിയാകുന്നു. അപ്പോൾ നമ്മൾ അവസാനം ആ താ വന്നത് കൊണ്ട് അവിടെ എന്ത് വന്നു, തിൽക്ക എന്ന് വന്നു. അല്ലെങ്കിൽ അവിടെ ദാലിക്ക എന്നായിരുന്നു വരേണ്ടത് അല്ലേ. അവിടെ താ വന്നത് കൊണ്ട് അതെന്താണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അവിടെ തിൽക്ക എന്ന് ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം അത് കണ്ണാടിയാകുന്നു എന്നാണ്. ഇനി രണ്ടാമത്തത് തിൽക്ക ഹഖീബത്തു ഉഖ്തി. അത് എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു എന്ന് വരും. ഇനി മൂന്നാമത്തത് അവസാനത്തത് സഹാബുൻ. സഹാബുൻ എന്നതിൻ്റെ അർത്ഥം മേഘം എന്നാണ്. അപ്പോൾ ഇവിടെ മേഘം എന്ന് എഴുതി ചേർക്കുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.